നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. സാഹിത്യചിന്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് 2016 തോന്നുന്നു, ഒരു ഗുരുവായൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാസിക ഉണ്ടല്ലോ, ഭക്തപ്രിയ. ആ ഭക്തപ്രിയയിൽ വളരെ രസകരമായ സമസ്യ പൂരിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഒരു ശ്ലോകം കൊടുത്തിട്ട് അതിനനുസരിച്ച് സമസ്യ ശ്ലോകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് ധാരാളം പേര് എഴുതി അയക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ചില ശ്ലോകങ്ങളൊക്കെ ഞാനും എഴുതി അയക്കാറുണ്ട്, സമസ്യ പൂരിപ്പിച്ചൊക്കെ. പക്ഷേ ഏതോ ചിലതൊന്ന് രണ്ടൊക്കെ ഇതിൽ ഭക്തപ്രിയയിൽ വന്നിട്ടുമുണ്ട്, പലതും വന്നിട്ടുമില്ല. എന്നിരുന്നാലും അതൊക്കെ വായിക്കുന്നതിന് എനിക്കിഷ്ടമാണ്. നല്ല നല്ല ശ്ലോകങ്ങൾ, നാലാമത്തെ വരി ഒരുപോലെ ഇരിക്കും, അർത്ഥങ്ങൾ വ്യത്യസ്തമായിട്ടും ഒരുപോലെ തോന്നുന്നതും ഒക്കെ ആയിട്ട് നല്ല പൊരുളായിട്ടുള്ള പല നല്ല ശ്ലോകങ്ങളുമാണ് അവയിൽ. ഞാൻ ഇന്ന് അങ്ങനെ ഏറെക്കാലം മുമ്പ്, അതായത് 2016 ആഗസ്റ്റ് മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഭക്തപ്രിയയിലുണ്ടായിരുന്ന ഒരു സമസ്യ ശ്ലോകമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എനിക്കൊരു താല്പര്യമുണ്ടായതുകൊണ്ട് ഞാൻ ഈ സമസ്യകൾ വായിക്കുന്നു, ഞാനത് ആസ്വദിക്കുന്നു. നിങ്ങൾക്കും എൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ സമസ്യ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ എഴുതിയ ഒറിജിനൽ ശ്ലോകം ഞാൻ ആദ്യം വായിക്കാം. അതിനുശേഷം സമസ്യ പൂരിപ്പിച്ചു വന്നിരിക്കുന്ന ഒരു 30 ആളുടെ 30 ശ്ലോകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തമ്പുരാൻ്റെ ഒറിജിനൽ കവിത, ഒറിജിനൽ ശ്ലോകം ഇതുപോലെയാണ്. ഞാനോ മാനുനിമാർക്കു മന്മദനകോ ശാസ്ത്രത്തിലെന്നോടെതിർപ്പാനോ പാരിലൊരുത്തനില്ല, കവിതയ്ക്കൊന്നാമനാകുന്നു ഞാൻ. താനോരോന്നിവയോർത്തുകൊണ്ടു ജളിയേണ്ടേൻ ചിത്തമേ, നിശ്ചയം താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണോക്കെയും. അതായത് ഞാൻ എന്ന് പറയുന്ന, അതായത് കവിയെ പറ്റിയിട്ടല്ല, ഒരു വ്യക്തി ആരായാലും പറയാണ്, ഞാൻ മാനിനിമാർക്ക് മന്മഥനാണ്. ശാസ്ത്രത്തിലാണെങ്കിൽ എന്നോട് എതിർക്കാനായിട്ട്, എന്നെ ജയിക്കാനായിട്ട് ആരും തന്നെ ഇല്ല, പാരിലൊരുത്തനുമില്ല. കവിത എഴുതുന്നതിൽ ഞാൻ ഒന്നാമനുമാണ്. താൻ ഓരോന്നിവയോർത്തുകൊണ്ട് ഞെളിയേണ്ടവ. ഞാനിതൊക്കെ ആലോചിച്ചിങ്ങനെ അഹങ്കാരത്തോടു കൂടി ഞെളിഞ്ഞ് പിരിഞ്ഞ് ജീവിക്കുകയാണെങ്കിലും, എൻ്റെ തെളിയേണ്ടോൻ ചിത്തമേ, എൻ്റെ മനസ്സ് എങ്ങനെയൊക്കെ ആണെങ്കിലും നിശ്ചയം ഒരു കാര്യം തീർച്ചയാണ്. എന്താണ്? താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ഒരു അസ്ഥിരമാണ്. എപ്പോഴാണോ ഈ ശരീരത്തിൽ നിന്നും ദേഹം വിട്ടുപോകുന്നത്, അപ്പോൾ ഈ പറഞ്ഞ സർവപ്രാപ്തികളും അഹങ്കാരങ്ങളും ഫലങ്ങളും എല്ലാം, സർവകർമ്മങ്ങളും അവിടെ അങ്ങോട്ട് അവസാനിക്കുക. ഇതൊക്കെ, അതായത് ഈ കവിത എഴുതുന്നതും കവിത പാടുന്നതും ശാസ്ത്രജ്ഞനായതും അതുപോലെ മാനിനിമാർക്ക് മന്മഥനായതും എല്ലാം അതിൻ്റെ മുൻപിൽ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നിസ്സാരമാണൊക്കെയും. ഇതിൻ്റെ 4ാമത്തെ വരി, താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ, ജീവൻ അസ്ഥിരമാണ്, അതുകൊണ്ട് നിസ്സാരമാണൊക്കെയും, മറ്റുള്ളതെല്ലാം നിസ്സാരമാണ് എന്നാണ്. ആ 4ാമത്തെ വരി വരുന്ന വിധത്തിൽ ശ്ലോകങ്ങൾ ഉണ്ടാക്കി എഴുതി മത്സരത്തിന് പങ്കെടുക്കാം. അങ്ങനെയുള്ളവർ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് സമസ്യ ശ്ലോകങ്ങളുണ്ട്. അതിൽ ഒരു ശ്ലോകം ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ്. ഞാനെന്തുള്ളൊരു മൂഢഭാവതരുവിൻ ഉത്തുംഗശാഖയ്ക്കുമേൽ മാനം മോട്ടുമഹന്തതൻ ലത പടർന്നേറുന്നനായാസമായി. ഞാൻ ആകാശം മുട്ട വളർന്നു നിൽക്കുന്നു, പടർന്ന് പന്തലിച്ചു നിൽക്കുന്നൊരു വൃക്ഷം. ജ്ഞാനത്തിൻ്റെ തൃതീയ നേത്രമുണരേ. നമുക്കറിവിൻ്റെ ആ 3ാമത്തെ കണ്ണങ്ങട് ഉണർന്നു കഴിഞ്ഞാൽ
തീരുന്നു ദുശങ്കകൾ. ഈ വലുപ്പങ്ങളൊക്കെ അങ്ങോട്ട് അറിവ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളിലുള്ള ഈ വലുപ്പങ്ങളൊക്കെ അതൊക്കെ ദുശങ്കകളൊക്കെ മാറും താനോ. എന്നിട്ട് നമുക്ക് ജ്ഞാനം ലഭിക്കുക എന്തെന്നാ? താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണോക്കെയും. ഇത് ശ്രീദേവി പാണ്ടംപറമ്പത്തെ തിരുവൈരാണിക്കുളത്ത് നിന്ന് ഒരു കവയിത്രി എഴുതി അയച്ചിട്ടുള്ള പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള ഒരു സമസ്യ ശ്ലോകമാണിത്. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. അതായത് ജീവൻ്റെ അസ്ഥിരത്വത്തെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ കഴിവുകളെല്ലാം വളരെ നിസ്സാരമായിട്ട് വിനയത്തോടെ മാത്രമേ നമ്മൾ കാണാവൂ, ഒട്ടും തന്നെ അതിലൊന്നും അഹങ്കരിക്കരുത് എന്ന് ഉപദേശിക്കുന്ന മനസ്സിലാക്കി തരുന്ന ഒരു ശ്ലോകമാണിത്. ഞാനെന്തുള്ളൊരു മൂഢഭാവതരുവിൽ വിഡ്ഢിയായിട്ട്, ആ തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം, ആ വൃക്ഷം അതായത് അങ്ങോട്ട് ഉയർന്ന് ഉത്തുംഗ ശാഖയ്ക്കുമേൽ ഉയർന്നു പൊങ്ങിയിട്ടുള്ള ശാഖയുടെ മുകളിൽ മാനമൊട്ടുമഹന്ത തൻലത, അഹങ്കാരത്തിൻ്റെ ആ വള്ളികൾ അങ്ങനെ പടർന്ന് പന്തലിച്ച് പടർന്നേറുന്ന നായാസമായി അഹങ്കാരം അങ്ങ് മൂത്ത് ഏറ്റവും മൂത്ത് കൂടിയാലും ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ അഭാവം നമ്മളിലെത്തിയാൽ നമുക്കിതെല്ലാം മനസ്സിലാകുന്നത് താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണൊക്കെയും. ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് നമ്മളിൽ ജ്ഞാനമുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഒറിജിനലായി എഴുതിയ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത് തന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പലരും പറയുകയാണ്. അപ്പോൾ ഇത് ഒരു ഒന്നാമത്തെ ശ്ലോകമാണ്. ഈ ആഴ്ചയിലെ എൻ്റെ സാഹിത്യ ചിന്ത എന്ന് പറയുന്നത് ഒരു സമസ്യ പൂരകമാണ്. ഇതാണ് എൻ്റെ ഈ ആഴ്ചത്തെ സാഹിത്യ ചിന്തയിലേക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ ഈ സമസ്യ ആണ്. എല്ലാവർക്കും ഇത് വായിക്കാൻ ഉത്സാഹം ഉണ്ടാകട്ടെ. ഒരു ശ്ലോകം നമുക്ക് പരിചയപ്പെടാൻ ഒരു അവസരമാണിതെന്ന് മാത്രം കരുതിയാൽ മതി. നമ്മൾ ജ്ഞാനം വളരണമെങ്കിൽ ഭക്തി ഉണ്ടാകണം. ജ്ഞാനം വളരുമ്പോൾ ഭക്തി ഉണ്ടാകും, ഭക്തി വളരുമ്പോൾ ജ്ഞാനം ഉണ്ടാകും. ഇത് രണ്ടും പരസ്പരം പൂരകങ്ങളാണ്, തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതാണ്. ഈ ശ്ലോകം നിങ്ങൾ വായിക്കുമെന്നും കേൾക്കുമെന്നും ഉള്ള ഒരു മോഹത്തോടെ ഞാൻ അവതരിപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ ചാനൽ നിങ്ങൾ മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കൂ, ഇത് കാണാനും കേൾക്കാനുമായിട്ട് പ്രേരിപ്പിക്കൂ. ഞാൻ എല്ലാവർക്കുമായിട്ട്, എല്ലാ സജ്ജനങ്ങൾക്കുമായിട്ടാണ് ഇത് സമർപ്പിക്കുന്നത്. നന്ദി, എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി.